പേരിൽ വാട്സാപ്പിനോളം ഒരു ഗുമ്മില്ലെങ്കിലും അറാട്ടെ കുതിക്കുകയാണ്. ഇന്ത്യയുടെ വാട്സാപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അറാട്ടെ ആപ്പ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ചർച്ചയാകുന്നു. അറാട്ടെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ കാരണമെന്ത്? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അറാട്ടെയുടെ പ്രതിദിന ഡൗൺലോഡ് 3000-ൽ നിന്ന് 3.5 ലക്ഷത്തിലേക്ക് എത്തിയതോടെയാണ് അറാട്ടെ ആപ്പ് വിശേഷങ്ങൾ വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത്. 2021-ലാണ് വാട്സാപ്പിന് ബദലായി ശ്രീധർ വെമ്പു എന്ന 57-കാരൻ തമിഴ് സാങ്കേതിക വിദഗ്ധൻ അറാട്ടെ ലോഞ്ച് ചെയ്തത്. തമിഴിൽ അറാട്ടെ എന്നാൽ കാഷ്വലായ ചാറ്റ് എന്നർത്ഥം. വാട്സാപ്പിലെ പോലെ അറാട്ടെയിലും സുരക്ഷിതമായി മെസ്സേജ് അയക്കാം, ചാറ്റ് ചെയ്യാം, വോയിസ് നോട്ട് അയക്കാം, വീഡിയോ കോൾ ചെയ്യാം, ഗ്രൂപ്പ് കോൾ ചെയ്യാം. വാട്സാപ്പിൽ നിന്നും വ്യത്യസ്തമായ ചില ഫീച്ചറുകളും ഇതിലുണ്ട്. വാട്സാപ്പ് ആൻഡ്രോയിഡ് ടിവിയിൽ കിട്ടില്ല, അറാട്ടെ കിട്ടും. ഒരാൾക്ക് അയാളുടെ അറാട്ടെ അക്കൗണ്ട് 5 ഡിവൈസുകളിൽ ഒരേ സമയം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. വാട്സാപ്പ് സ്റ്റാറ്റസിനെ പോലെ ഇതിൽ സ്റ്റോറീസ് ചെയ്യാം. ബ്രോഡ്കാസ്റ്റ് സ്റ്റൈൽ ചാനൽസും ലഭ്യമാണ്. ഇതിലെ പോക്കറ്റ് ഫീച്ചറിൽ ഫോട്ടോകളും വീഡിയോകളും നോട്ടുകളും റിമൈൻഡറുകളും സൂക്ഷിക്കാം. വാട്സാപ്പിലില്ലാത്ത മീറ്റിംഗ്സ് ടാബ് സൗകര്യം ഉപയോഗിച്ച് മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യാം. യു ചാറ്റ് വിൻഡോ വഴി സ്വയം ചാറ്റ് ചെയ്ത് പല കാര്യങ്ങളും സേവ് ചെയ്ത് സൂക്ഷിക്കാം. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനം അറാട്ടെയിൽ ഉണ്ടെങ്കിലും തൽക്കാലം അത് മുഴുവനായും ലഭ്യമാവുക വോയിസ് കോളിലും വീഡിയോ കോളിലും മാത്രമാണ്. താമസിയാതെ ചാറ്റിൽ ഉൾപ്പെടെ അത് പൂർണ്ണമായും ലഭ്യമാകുമെന്നാണ് സൂചന. വാട്സാപ്പ് പോലെ പൂർണ്ണമായും സൗജന്യമാണ് അറാട്ടെയും. ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരുപോലെ ലഭ്യമാണ് താനും. കൂടാതെ ഡെസ്ക്ടോപ്പുകളിലും ആൻഡ്രോയിഡ് ടിവിയിലും. ഇതിനെല്ലാം പിന്നിൽ തെങ്കാശിയിലെ ഒരു ചെറിയ വില്ലേജും ആ വില്ലേജിൽ സങ്കല്പങ്ങൾ വാനോളം നെയ്ത് അവ സഫലമാക്കിയ ശ്രീധർ വെമ്പുവുമാണ്. തഞ്ചാവൂരിലെ ഒരു മധ്യവർത്തി കുടുംബത്തിലാണ് വെമ്പു ജനിച്ചത്. ചെന്നൈ IITയിൽ നിന്ന് ബിടെക് എടുത്ത ശേഷം അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD നേടി. സിലിക്കൺ വാലിയിൽ കരിയർ തുടങ്ങിയ വെമ്പു വൈകാതെ ഇന്ത്യയിലേക്ക് മടങ്ങി. അതും തെങ്കാശിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക്. അവിടെ അദ്ദേഹം അഡ്വന്റ് നെറ്റ് എന്നൊരു സ്ഥാപനം കെട്ടിപ്പൊക്കി. അതിനെ പിന്നീട് സോഹോ കോർപ്പറേഷനാക്കി വളർത്തി. 20 വർഷങ്ങൾ കൊണ്ട് 3000 തൊഴിലാളികളുമായി വളർന്ന ഒരു പ്രസ്ഥാനം. 2004-ൽ വെമ്പു സ്ഥാപിച്ച സോഹോ യൂണിവേഴ്സിറ്റി പിന്നീട് സോഹോ സ്കൂൾ ഓഫ് ലേണിംഗ് ആയി മാറിയതും ചരിത്രം. ഇവിടെ നിന്നും തുടങ്ങിയ അറാട്ടെ ഇപ്പോൾ താരമായി കഴിഞ്ഞു. മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പ് എന്ന നിലയിൽ ഭാരത സർക്കാരിന്റെ പ്രോത്സാഹനവും സമൂഹ മാധ്യമങ്ങളിലെ വിലയിരുത്തലുകളുമാണ് അറാട്ടെ പെട്ടെന്ന് കുതിച്ചുയരാൻ കാരണം. താമസിയാതെ നമ്മുടെയെല്ലാം വാട്സപ്പ് അറാട്ടെയായി മാറട്ടെ. വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും ഒപ്പം പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കാനും അറാട്ടെയ്ക്ക് കഴിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ.